നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പതിവ് പോലെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടൻ ചായ രാവിലെ വൈകുന്നേരം അല്ലാതെ ഒരു പരിപാടിയും ഇവിടെ നടക്കൂല കേട്ടോ. ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കലുണ്ട് പാൽ ചായ കുടിക്കൂലേ എന്നൊക്കെ. പാൽ ചായ കുടിക്കുകയൊക്കെ ചെയ്യും, നമുക്ക് ആർക്കും ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാലും നമ്മളൊരു സ്വന്തം എന്ന് പറയില്ലേ, അത് നമുക്ക് കട്ടൻ ചായ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ വെച്ച് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താണ് ഇപ്പോൾ ഒരു പൂതി എന്ന് പറഞ്ഞാൽ എനിക്കല്ല കേട്ടോ പൂതി വന്നിട്ടുള്ളത്, എൻ്റെ നാസിമോൻക്കാണ്. കുട്ടി എന്താണ് എന്നറിയില്ല, അങ്ങനെ ഓന് എണ്ണക്കടീനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ നിർബന്ധത്തിന് ഏറ്റവും ഒന്ന് കഴിക്കുക എന്നല്ലാണ്ട് അങ്ങനെയാണ് കേട്ടോ ഓന്. അഥവാ നോമ്പിന് ഉണ്ടാക്കിയാലും ഒരു കടിയൊക്കെ കഴിക്കുള്ളൂ. അങ്ങനത്തെ കുട്ടി എന്താണ് സമൂസ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചേ, ഓനക്ക് എന്താ ഒരു പൂതി വന്നേന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പം സമൂസേൻ്റെ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറിയത്തെ ഇറച്ചിയൊക്കെ എടുത്ത് അതിലിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കുന്നത് തന്നെ രാത്രിക്കേക്കാണ്. രാത്രിയിലേക്കും നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഉണ്ടാവുക രാത്രിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാത്രിക്കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ വേഗം ചോപ്പറിൽ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒക്കെ ഒന്ന് വാട്ടി ആ ഒരു സമൂസക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ മസാല ഉണ്ടാക്കുക. ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴേ കുറച്ച് ടോ കൂടുതലാണ് കേട്ടോ. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് അറിയാണ്ട് അങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി അവിടെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ചായ കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. രാവിലത്തെ പത്തിരി ഉണ്ടായി. അപ്പോൾ പത്തിരിയും ആ ഒരു ഇറച്ചി കറീൻ്റെ ആ ഒരു കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ അങ്ങോട്ട് പാസ്സാക്കിയിട്ടുണ്ടായി. പിന്നെ ഞാൻ വേഗം സമൂസ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. മസാല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതും ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഷീറ്റ് ഉണ്ടാകുമ്പം എളുപ്പത്തിൽ അങ്ങോട്ട് പരിപാടി കഴിയും. ആദ്യമൊക്കെ നോമ്പിന് ഞാൻ മൈദ ഉണ്ടല്ലോ, മൈദ പരത്തിയിട്ട് അതിൻ്റെ ആ ഒരു റൗണ്ടിലുള്ള ഒരു അച്ചുണ്ടായിരുന്നു, അതിൽ ഈ ഒരു മസാല ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഷീറ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് ഇപ്പോൾ ഇതന്നെയാണ് കേട്ടോ, എളുപ്പമാണ്. സാധാരണ നോമ്പിനാണ് കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കുക. ഇതിപ്പം നമ്മളങ്ങനെ ഈ ഒരു ടൈമിലൊക്കെ വല്ലപ്പോഴും വല്ല പഴംപൊരിയോ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇങ്ങനത്തെ മേലൊന്നും അങ്ങനെ നിൽക്കലില്ല. പിന്നെ കുട്ടീൻ്റെ ഒരു പൂതിയല്ലേ, കുട്ടീൻ്റെ പേരിൽ ഞമ്മക്കും കഴിക്കുക, അതാണ്. അങ്ങനെ ഇതാട്ടോ ഞാൻ ബാക്കിയുള്ളതൊക്കെ മസാല ഒന്ന് റെഡിയാക്കിയൊക്കെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇക്കേ നാഫിമോനും മൗലൂദൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു വരുമ്പം ഓർക്ക് കിട്ടിയ പായസം ഞങ്ങൾക്കും കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സേമിയ പായസമാണ്. ഒരു വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കടി ചുടാൻ നിന്നിട്ടുണ്ടായിരുന്നത്. രാത്രി ചൂടോട് കൂടിയിട്ട് അങ്ങനെ ചുട്ടിട്ട് കഴിക്കാനാണല്ലോ ഒരു ടേസ്റ്റ്. അപ്പോൾ കടിയൊക്കെ ഒന്ന് വേഗം ചുട്ടെടുത്തു. വീണ്ടും ചായ ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കർമൂസ പഴുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിക്കാലത്തെ ഡിന്നർ ഇതാണ്. ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ട്, ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.